സോ നമുക്ക് നമ്മുടെ +1 അക്കൗണ്ടിങ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജേണലുകളെ പറ്റിയാണ്. ഈ ജേണൽ എന്ന ടോപ്പിക്ക് അല്ലേ, നമ്മുടെ ഈ ജേണൽ എന്ന ടോപ്പിക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു 2-3 ജേണൽ എൻട്രി ഇട്ടിട്ട് അങ്ങ് നിർത്താമെന്നുള്ളതല്ല. ഞാനിപ്പോൾ എന്തായാലും 1-2 ജേണലും കൂടെ ചെയ്യിപ്പിക്കും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് സ്വന്തമായിട്ട് ജേണൽസ് എഴുതി നോക്കണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ ജേണൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്തയെന്ന് പറയുന്നത് ജേണലാണ് ആദ്യത്തെ കാര്യം, സമ്മതിച്ചു. സോ ഇനി എന്തോ വലുത് വരാനുണ്ട്, ഈ ജേണലൊന്നും അല്ല സംഭവം എന്ന് വിചാരിക്കുന്നിടത്താണ് മണ്ടത്തരം. ആക്ച്വലി നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ ജേണൽ എൻട്രികൾ എഴുതാൻ പഠിച്ചാൽ ബാക്കിയുള്ളതെല്ലാം പിന്നെ നിസാരമാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കുറേ പിള്ളേരുടെ ഒരു വിചാരം എന്ന് പറയുന്നത് ഇപ്പോൾ ജേണലാണ് പഠിക്കുന്നത്. എനിക്ക് ട്രെൻഡ് അറിയാവുന്നതുകൊണ്ടാണ്. ഈ ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു തുടക്കമാണ്. അപ്പോൾ ഈ തുടക്കമൊന്നും പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി എന്തോ വരാനിരിക്കുവാണ്, ആ പ്രതീക്ഷ അങ്ങ് കളയുക. ഇനി വലിയ സംഭവങ്ങളൊന്നും വരാനില്ല. ഈ ജേണൽ തന്നെയാണ് ഏറ്റവും വലിയ സംഭവം. നിങ്ങൾ ജേണൽ കറക്റ്റായിട്ട്, അതായത് ഒരു ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻ വായിച്ച് ഇതിൻ്റെ ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ്, അതല്ലേ ജേണൽ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നില്ലേ? ഒരു ട്രാൻസാക്ഷൻ കേട്ടാലുടനെ ഇതിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താണ്, ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റിയാൽ ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു ചാപ്റ്ററിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതല്ല, ജേണൽ എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല, ഇതൊക്കെ തുടക്കമാണ്, നമുക്ക് ഇനി വരുന്ന ചാപ്റ്ററുകൾ പഠിക്കാം. അങ്ങനെ വിചാരിക്കുമ്പോൾ ഈ ജേണലും പഠിക്കാൻ പോകുന്നില്ല, ഇനി വരുന്ന ചാപ്റ്ററും പഠിക്കാൻ പോകുന്നില്ല. സീരിയസ് ആയിട്ട് പറയുവാണ്, ഞാനാണല്ലോ എല്ലാം പഠിപ്പിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ചാപ്റ്ററിൽ ഞാനിത് മാറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. തീർച്ചയായിട്ടും ജേണൽ എന്ന ടോപ്പിക്കിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ 1-2 ജേണൽ എൻട്രീസ്, അതായത് 1-2 കണക്കുകൾ ചെയ്തു. അത് ഉപയോഗിച്ച് ഏതാണ്ട് ഒരു 10-25ഓളം ജേണൽ എൻട്രികൾ ഇപ്പോൾ തന്നെ ഇട്ടു. ഓക്കെ, ഞാൻ ചുമ്മാ ട്രാൻസാക്ഷൻ വായിച്ചിട്ട് ഇതാണ് എൻട്രി എന്ന് പറയുകയല്ല. നിങ്ങളൊരു ട്രാൻസാക്ഷൻ വായിക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, വീണ്ടും പറയുന്നു, അസറ്റുമായിട്ടാണോ, ലൈബിലിറ്റിയുമായിട്ടാണോ, ക്യാപിറ്റലുമായിട്ടാണോ, എക്സ്പെൻസുമായിട്ടാണോ, ഇൻകവുമായിട്ടാണോ ആ ട്രാൻസാക്ഷന് ബന്ധം. ഒന്നുകിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടുമായിട്ട് മാത്രം ബന്ധം വരാം, അല്ലെങ്കിൽ മാക്സിമം ഏതെങ്കിലും 2 അക്കൗണ്ടുമായിട്ട് ബന്ധം വരാം. അങ്ങനെ ബന്ധം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഓരോ അക്കൗണ്ടിൻ്റെ റൂള് നോക്കണം. എന്താണ് റൂള്? അസറ്റ് കൂടിയാൽ ഡെബിറ്റ്, കുറഞ്ഞാൽ ക്രെഡിറ്റ്. ലൈബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ്, കുറഞ്ഞാൽ ഡെബിറ്റ്. ക്യാപിറ്റൽ കൂടിയാൽ ക്രെഡിറ്റ്, കുറഞ്ഞാൽ ഡെബിറ്റ്. എക്സ്പെൻസ് കൂടിയാൽ ഡെബിറ്റ്, കുറഞ്ഞാൽ ക്രെഡിറ്റ്. ഇൻകം കൂടിയാൽ ക്രെഡിറ്റ്, കുറഞ്ഞാൽ ഡെബിറ്റ്. ഈ ഒരൊറ്റ റൂള് പഠിക്കുക. ഇതനുസരിച്ച് ജേണൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക. ഇതാണല്ലോ ഇതുവരെ പഠിച്ചത്. ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പോകുന്നത്. ട്രാൻസാക്ഷൻസ് ചിലതൊക്കെ ഇനി പുതിയതായിരിക്കും, നമ്മൾ ഇതുവരെ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത ചില ട്രാൻസാക്ഷൻസ് വരും. പക്ഷെ അതൊന്നും കേട്ട് പേടിക്കണ്ട. നമുക്കാകെ വേണ്ടുന്നത് ഈ നടക്കുന്ന ട്രാൻസാക്ഷൻ അസറ്റുമായിട്ടാണോ, ലൈബിലിറ്റിയുമായിട്ടാണോ, ക്യാപിറ്റലുമായിട്ടാണോ, എക്സ്പെൻസുമായിട്ടാണോ, ഇൻകവുമായിട്ടാണോ ബന്ധമെന്ന് നോക്കിയാൽ മാത്രം മതി. പിന്നെ നോക്കേണ്ടത് ഇത് അസറ്റ് കൂടുവാണോ കുറയുവാണോ, ലൈബിലിറ്റി കൂടുവാണോ കുറയുവാണോ, ക്യാപിറ്റൽ കൂടുകയാണോ കുറയുകയാണോ, അതും നോക്കുക. റൂൾ അപ്ലൈ ചെയ്യുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സത്യത്തിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇത് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പഠിച്ചു. ജേണൽ നന്നായിട്ട് അറിയാവുന്ന ഒരു കുട്ടിക്കാണ് അക്കൗണ്ടിങ് അറിയാമെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നത്. കൃത്യമായിട്ടൊരു ട്രാൻസാക്ഷൻ കേട്ടാൽ ആ ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ചറിയാൻ ഒരു കുട്ടിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, അവൻ A+ ആണ്. കാര്യം അവന് ബേസ് ഉണ്ടെന്ന് പറയാം. അവിടെയാണ് നിങ്ങൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഈ സാധാരണ ഉപയോഗിച്ച് നശിപ്പിക്കുന്നൊരു വാക്കാണ്, എനിക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ഇല്ല, എനിക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ഉണ്ടെന്നൊക്കെ പറയും. ബേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുട്ടികളെ. ഒരു ട്രാൻസാക്ഷൻ കേട്ടാൽ അതെന്തോ ആയിക്കോട്ടെ, പർച്ചേസ്ഡ് ഫർണിച്ചർ ആയിക്കോട്ടെ, സോൾഡ് ഗുഡ്സ് ആയിക്കോട്ടെ, പെയ്ഡ് സാലറി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ ബുക്കിൽ കാണുമ്പോൾ ആ ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണെന്ന് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ഉണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ഉണ്ട്. അതല്ലാതെ ഒരു ട്രാൻസാക്ഷൻ കാണുമ്പോൾ അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും അറിയില്ല, ഞാനെല്ലാം കാണാതെ പഠിച്ച് വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോഴാണ് ഡിഗ്രിയിലൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ഇല്ല എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ബേസ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ജേണൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ജേണൽ എന്ന ടോപ്പിക്കിന് നിങ്ങൾ മാക്സിമം സമയം കളഞ്ഞേക്കുക. മാക്സിമം ജേണൽ ചെയ്ത് നോക്കുക. അല്ലാതെ എൻ്റെ ഈ കഥാപ്രസംഗം കേട്ടിട്ട് ഇത്രയൊക്കെ ഉള്ളെന്ന് വിചാരിച്ചിരിക്കുകയല്ല. വർക്ക് ചെയ്യേണ്ട ഏരിയ ജേണലാണ്.
ഓരോ ട്രാൻസാക്ഷനും ബുക്കിൽ നിന്ന് എടുത്തിട്ട് സ്വന്തമായിട്ട് ജേണൽ എഴുതി നോക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ബുക്കിൽ പോയിട്ട് ആൻസർ ശരിയാണോ നോക്കിയാൽ മതി. 1-2 തവണയൊക്കെ തെറ്റുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് എവിടെയാണ് റൂള് തെറ്റിയത്. ഇപ്പോൾ എക്സാമ്പിളാണ് ഇപ്പോൾ ക്യാഷ് സെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങളിത് റൂള് പറഞ്ഞു വിടാം, അല്ലാതെ കാണാതെ പഠിച്ച് വെക്കരുത്. ക്യാഷ് സെയിൽ എന്ന് പറയുമ്പോൾ പൈസയ്ക്ക് സാധനം വിൽക്കുമ്പം പൈസ കിട്ടുമല്ലോ. അപ്പോൾ സാധനം വിറ്റു, പൈസ കിട്ടി. ഓക്കെ, പൈസ കിട്ടി, ക്യാഷ് കിട്ടി എന്ന് പറയുമ്പോൾ ക്യാഷ് അസറ്റ് അല്ലേ, അസറ്റ് കിട്ടി, അപ്പോൾ ഡെബിറ്റാണ്. ക്യാഷിന് ഡെബിറ്റാണ്. കാര്യം ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി, അസറ്റ് വന്നു, ക്യാഷ് കിട്ടി, അപ്പോൾ ക്യാഷിന് ഡെബിറ്റാണ്. സെയിൽ എന്ന് പറയുന്നതല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഇൻകം, വരുമാനം. ഇൻകം കൂടി, ഇൻകം കിട്ടി, സെയിൽ നടന്നു. ഇൻകം ഉണ്ടാകുമ്പോൾ ക്രെഡിറ്റ് ആണ്. ഇൻകത്തിൻ്റെ റൂൾ എന്താ? ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ആണ്. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽ. എങ്ങനെയാണ് തെറ്റുന്നത്? പിന്നെ ഈ രീതിയിലാണ് നിങ്ങൾ ജേണൽ ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ജേണൽ തെറ്റും? പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ക്യാഷ് സെയിൽസ് മനപ്പാടം പഠിച്ചു വെക്കും. ക്യാഷ് സെയിൽ, ക്യാഷ് അക്കൗണ്ട് ഒരു സെയിൽ, ക്യാഷ് സെയിൽ, ക്യാഷ് അക്കൗണ്ട് ഒരു സെയിൽ, ഇങ്ങനെ പറഞ്ഞ് മനപ്പാടം പഠിച്ചുകൊണ്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് ക്യാഷ് സെയിൽ അക്കൗണ്ട് ഒരു ക്യാഷ് ഇങ്ങനെ ആക്കിക്കളയും. സെയിൽ അക്കൗണ്ട് ഒരു ക്യാഷ്. കാര്യം എന്താ? കുട്ടി കാണാതെ പഠിച്ച് വെച്ചിരുന്നേ, അവിടെ എത്തിയപ്പോൾ തിരിഞ്ഞുപോയി. പരീക്ഷയ്ക്ക് എത്തിയപ്പോൾ തിരിഞ്ഞുപോയി. ഇത് കാണാതെ പഠിച്ച് വെക്കാതെ ഞാൻ ഈ പറയുന്ന പോലെ ക്യാഷ് സെയിൽ ഒന്നും കാണാതെ പഠിക്കുന്നില്ല. ക്യാഷ് സെയിൽ എന്ന് പറയുമ്പോൾ ക്യാഷ് വന്നു അല്ലേ, നമുക്ക് ക്യാഷ് കിട്ടി. ക്യാഷ് കിട്ടുമ്പോൾ സാറ് പറഞ്ഞിരിക്കുന്നത് അസറ്റ് കിട്ടി. അസറ്റിൻ്റെ റൂള് ഡെബിറ്റാ. അപ്പോൾ ക്യാഷ് ഡെബിറ്റ്. ഇങ്ങനെ എൻട്രി ഇട്ടാൽ എങ്ങനെയാ തെറ്റുന്നത്? അടുത്ത ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. നമുക്ക് സെയിൽ എന്ന് പറയുന്നത് വരുമാനമാണ്. വരുമാനം വരുമ്പോൾ ക്രെഡിറ്റാ. സെയില്. ഇങ്ങനെ പഠിക്കണം. നിങ്ങളുടെ പലരുടെയും പ്രശ്നം, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ആയാൽ തന്നെയും പലരുടെയും പ്രശ്നം ജേണൽ എൻട്രികൾ കാണാതെ പഠിച്ചാണ് വെച്ചിരിക്കുന്നത്. അവരുടെ വിചാരം എന്ന് പറയുന്നത് ഇത്ര എൻട്രികളെ ഈ ലോകത്തുള്ളെന്ന്. അവർ പഠിച്ച് വെച്ചതിനേക്കാൾ കൂടുതലൊരു എൻട്രി വരുമ്പോഴാണ് അതിൻ്റെ അർത്ഥം അറിയില്ല. അപ്പോൾ നമുക്ക് ജേണൽ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ഒരു 3-4 എൻട്രികൾ ഈ റൂൾ ഇട്ട. പിന്നെ വേറൊരു കേസുണ്ട്. നിങ്ങൾ തുടക്കത്തിൽ മാത്രം ഇങ്ങനെ റൂളൊക്കെ ആലോചിച്ച് ചെയ്യത്തുള്ളൂ. പിന്നെ അങ്ങ് തറവായി കഴിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ടിങ്ങിൻ്റെ ആയി, നിങ്ങൾ അക്കൗണ്ടിങ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് സെയിൽ എന്ന് കേട്ടാൽ ഓട്ടോമാറ്റിക്കലി തലച്ചോറിനകത്ത് ക്യാഷ് അക്കൗണ്ട് അറ്റ് സെയിലേ വരത്തുള്ളൂ. കാര്യം നിങ്ങൾ കാണാതെ പിടിച്ച് വെച്ചതല്ലല്ലോ, കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുകയല്ലേ. പിന്നെ നിങ്ങളുടെ തലയ്ക്കകത്തോട്ട് എൻട്രി താനെ വരും. ഓക്കെ, അപ്പോൾ റൂളൊക്കെ ഓട്ടോമാറ്റിക്കലി തലയ്ക്കകത്ത് വർക്ക് ചെയ്തോളും. ശരി, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് തുടങ്ങാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ട്രാൻസാക്ഷൻ ഉണ്ട്. ഒന്നിൽ കൂടുതൽ കുറച്ച് പുതിയ ട്രാൻസാക്ഷൻ. ബിസിനസ്സിൽ നടക്കാൻ സാധ്യതയുള്ള എല്ലാത്തിനെ പറ്റി നമ്മൾ പഠിക്കണമല്ലോ. പുതിയ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ് കേട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് പറയാൻ വരുന്നത്. നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും അല്ലേ. ആർക്കാ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തത്? സാധാരണക്കാർക്ക് വരെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബിസിനസ്സുകാർക്ക് നിർബന്ധമായിട്ടും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. എന്തിനാണ് ഈ ബാങ്ക് അക്കൗണ്ട് എന്നല്ലേ? ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ മിക്കവാറും ക്യാഷ് ഡീലിംഗ് ആയിരിക്കത്തില്ല, ബാങ്ക് ഡീലിംഗ് ആയിരിക്കും നടക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കടയിലൊക്കെ ചെന്ന് സാധനം മേടിക്കുമ്പോഴേ ഇപ്പോൾ ക്യാഷ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ കാർഡാണ് കൊടുക്കുന്നത്. ഏത് കാർഡ്? ATM കാർഡ് കൊടുത്താൽ മതി. ഡെബിറ്റ് കാർഡ് എന്ന് പറയും. ഡെബിറ്റ് കാർഡ് എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ ATM കാർഡിനെ വിളിക്കുന്ന ഡെബിറ്റ് കാർഡ് എന്നും കൂടെ തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ കടയിൽ പോയി സാധനം വാങ്ങുന്നു, അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുന്നു, എന്തോ ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാർഡ് എടുത്ത് കൊടുക്കും അല്ലേ. ഈ കാർഡ് അവർ മറ്റേ സ്വൈപ്പിംഗ് മെഷീനിൽ വെച്ച് സ്വൈപ്പ് ചെയ്ത് നമ്മളോട് പിന്നൊക്കെ അടിക്കാൻ പറഞ്ഞാൽ പിന്നൊക്കെ അടിച്ച് അപ്രൂവ് ചെയ്തൊരു കോപ്പി കയറി നമ്മളെ തരും. ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടന്ന പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ബിസിനസ്സുകാരൻ കാർഡ് മേടിച്ച് സ്വൈപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ ആ ബിസിനസ്സുകാരൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറുകയാണ്. അപ്പോൾ ബിസിനസ്സുകാർ കൂടുതലും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഈ ബാങ്ക് ട്രാൻസാക്ഷനാണ്. അവർക്ക് കയ്യിൽ പൈസ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ബാങ്ക് വഴിയായിരിക്കും അവർ കൂടുതലും ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 2 ട്രാൻസാക്ഷനാണ് ഈ ബാങ്ക് വഴി നടക്കുന്നത്. പ്രധാനമായിട്ടും 2 ട്രാൻസാക്ഷനാണ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. ഒന്ന്, ബിസിനസ്സുകാരൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വരുന്നു, ബാങ്കിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു.
ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് കേട്ടോണേ, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 2 ടൈപ്പ് ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. ഒന്ന്, ബാങ്കിൽ പൈസ ഇടുന്നു അല്ലേ, ബിസിനസ്സുകാരൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു, അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കൊണ്ടിടുന്നു. ബാങ്ക് ഡെപ്പോസിറ്റ്, നമ്മൾ പൈസ ബാങ്കിൽ ഇടുന്നു. 2, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ട്രാൻസാക്ഷൻ ബാങ്കിൽ പൈസ ഇടുന്നു എന്നാണെങ്കിൽ രണ്ടാമത്തെ എന്തായിരിക്കാം? ബാങ്കിൽ നിന്ന് പൈസ എടുക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ നിന്നും പൈസ പിൻവലിക്കുന്നു. വിഡ്രോ എന്ന് പറയും കേട്ടോ, വിഡ്രോ ചെയ്യുന്നു, ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കുന്നു. അപ്പോൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ്സിന് പ്രധാനമായിട്ടും 2 ടൈപ്പ് ട്രാൻസാക്ഷൻ ഡീൽ ചെയ്യാറുണ്ട്. ബാങ്കിലേക്ക് പൈസ ഇടുന്ന ട്രാൻസാക്ഷനും ഉണ്ട്, ബാങ്കിൽ നിന്നും പൈസ എടുക്കുന്ന ട്രാൻസാക്ഷനും ഉണ്ട്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ബാങ്കിൽ പൈസ ഇടാനും പറ്റും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ തിരിച്ചെടുക്കാനും പറ്റും. ഓക്കെ, ഇനി നോക്കുക, നമ്മൾ ക്യാഷ് ആണല്ലോ കൊണ്ടിടുന്നതും വിഡ്രോ ചെയ്യുന്നതും, അല്ലാതെ പുളിങ്കുരുവൊന്നും അല്ലല്ലോ. നമ്മൾ ബാങ്കിലേക്ക് പൈസയല്ലേ ഇടുന്നത്, ബാങ്കിൽ നിന്ന് പൈസയല്ലേ എടുക്കുന്നത്. അപ്പോൾ ക്യാഷ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണേ, നമ്മൾ ബാങ്കിൽ പൈസ ഇടാൻ പോവുകയാണ്. ബാങ്ക് ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ബിസിനസ്സുകാരൻ ബാങ്കിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ, ബാങ്കിൽ കൊണ്ട് പൈസ ഇടുമ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന ക്യാഷ് കുറയുമല്ലോ. ആലോചിച്ച് പറയാ, മേശയ്ക്കകത്തിരുന്ന ക്യാഷാണ്, നമ്മുടെ മേശയ്ക്കകത്തിരുന്ന നോട്ട് കെട്ടാണ്, ക്യാഷാണ് എടുത്തുകൊണ്ട് പോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി ബിസിനസ്സിൻ്റെ ക്യാഷ് കുറയും, ക്യാഷ് എന്ന അസറ്റ് അവിടെ കുറയും. പക്ഷേ അയ്യോ എൻ്റെ പൈസ പോയേ എന്ന് പറഞ്ഞ് കരയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആ ക്യാഷ് കുറഞ്ഞെങ്കിലും നമുക്ക് ബാങ്കിൽ ആ പൈസ കൂടിയിട്ടുണ്ട്. ക്യാഷും അസറ്റാണ്, ബാങ്കും അസറ്റാണ്. ക്യാഷും നമുക്ക് അസറ്റാണ്, ബാങ്ക് ഡെപ്പോസിറ്റും നമ്മുടെ അസറ്റാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? നമ്മൾ ബാങ്കിൽ പൈസ ഇടുമ്പോൾ നമ്മുടെ കയ്യിലിരുന്ന ക്യാഷാണ് കുറയുന്നത് അല്ലേ? ക്യാഷ് കുറയും, ബാങ്ക് ഡെപ്പോസിറ്റ് കൂടും, അല്ലെങ്കിൽ ക്യാഷ് കുറയും, ബാങ്ക് കൂടുമെന്ന് പറയാം. ക്യാഷ് എന്ന അസറ്റ് കുറയും, ബാങ്ക് എന്ന അസറ്റ് കൂടും. അസറ്റിൻ്റെ റൂൾ എന്താ? ഏത് അസറ്റാണോ കൂടുന്നത് അതാണ് ഡെബിറ്റ്. അപ്പോൾ ബാങ്കിൽ പൈസ ഇട്ടാൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ബാങ്കാണ് ഡെബിറ്റ്. ബാങ്കിൽ പൈസ ഇടുമ്പോൾ ബാങ്കല്ലേ കൂടുന്നത്, ബാങ്കിലല്ലേടോ പൈസ ഇവിടെ കൂടുന്നത്. സോ ബാങ്കിന് ഡെബിറ്റ്. നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? കയ്യിൽ നിന്ന് ക്യാഷ് പോയി, ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. സോ ബാങ്കിൽ പൈസ ഇടുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കാണ് കൂടുന്നത്, ക്യാഷ് ആണ് കുറയുന്നത്. അപ്പോൾ അസറ്റിൻ്റെ റൂള് തന്നെയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇതാണ് ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഉള്ള എൻട്രി. ഓക്കെ, ഇനി ബാങ്കിൽ നിന്ന് തിരിച്ചെടുക്കുന്നു, ബാങ്കിൽ നിന്ന് വിഡ്രോ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുന്നു, തിരിച്ചെടുക്കുവാണേ. ബാങ്കിൽ നിന്ന് പൈസ തിരിച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരത്തില്ലേ? അപ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വരും. എന്ത് കുറയും? ബാങ്ക് ഡെപ്പോസിറ്റ് കുറയും. മനസ്സിലാവുന്നില്ലേ? ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കുമ്പോൾ കയ്യിലേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വരും, അതോടെ ബാങ്ക് ഡെപ്പോസിറ്റ് കുറയും. അപ്പോൾ ഇവിടെ ക്യാഷാണ് കൂടുന്നത്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ അല്ലേ? ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കുമ്പോൾ ക്യാഷാണ് കൂടുന്നത്, നമ്മുടെ കയ്യിലേക്ക് ബിസിനസ്സിലേക്ക് പൈസ വരും. എന്ത് കുറഞ്ഞു? ബാങ്ക് കുറഞ്ഞു. കണ്ടോ? അപ്പോൾ ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്താൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, തിരിച്ചും മറിച്ചുമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടോണേ, ഇതാണ് സംഭവം. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക്, ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്നും പൈസ വിഡ്രോ ചെയ്താൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇതാണ് നമ്മുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ട്രാൻസാക്ഷൻ. ബാങ്കിലേക്ക് പൈസ ഇട്ടാൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ബാങ്കിൽ നിന്നും പൈസ പിൻവലിച്ചാൽ
ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇത് കാണാതെ പഠിക്കാനൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്, അസറ്റിൻ്റെ റൂൾ അനുസരിച്ചാണ് ഞാൻ പഠിപ്പിച്ചത്. ഇനി ഒരു കാര്യം കൂടെ ഒന്ന് കേട്ടോ, രസകരമായൊരു കാര്യമാണ് പറയാൻ വരുന്നത്. നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആയാലും ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ആയാലും ഈ രണ്ട് എൻട്രിക്ക്, അതായത് ഡെബിറ്റിൽ ബാങ്കും ക്രെഡിറ്റിൽ ക്യാഷും ആകാം, അതല്ലെങ്കിൽ ഡെബിറ്റിൽ ക്യാഷും ക്രെഡിറ്റിൽ ബാങ്കും, എന്തായാലും ക്യാഷും ബാങ്കുമേ കാണത്തുള്ളൂ. ആ ജേണൽ എൻട്രിയുടെ ഒരു സൈഡിൽ ക്യാഷ് ആയിരിക്കും, ഒരു സൈഡിൽ ബാങ്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഈ രണ്ട് എൻട്രിയും വരാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷും ആകാം, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്കും ആകാം. ഈ രണ്ട് എൻട്രിക്കും കൂടെ ചേർത്ത് വിളിക്കുന്നൊരു പേരുണ്ട്, രസകരമായ പേരാണ് കോൺട്രാ എൻട്രി. കോൺട്രാ എൻട്രീസ് എന്നാണ് ഈ രണ്ട് എൻട്രിയെ വിളിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോ, അക്കൗണ്ടിങ്ങിൽ കോൺട്രാ എൻട്രി എന്ന് കേട്ടാൽ ഭയങ്കര ഫ്രീക്ക് പേരാണെന്ന് വിചാരിച്ച് വേറെ അർത്ഥങ്ങളൊന്നും തേടിപ്പോണ്ട. കോൺട്രാ എൻട്രീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാഷും ബാങ്കും കൂടെ ഇങ്ങനെ മിക്സായി വരുന്ന എൻട്രികളാണ്. ഒരു സൈഡിൽ ബാങ്ക് എന്നാണെങ്കിൽ ഒരു സൈഡിൽ ക്യാഷ് ആയിരിക്കും, അത് തിരിച്ചു മറിച്ചും വരും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോൺട്രാ എൻട്രി എന്ന് കൂടി വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ നടക്കുമ്പോഴുള്ള ഈ എൻട്രിക്ക്, ഈ രണ്ട് എൻട്രിക്കാണ് കോൺട്രാ എൻട്രീസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ബിസിനസ്സിലെ ബാങ്കിങ് ട്രാൻസാക്ഷൻ, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻ. ഓക്കെ, ഇത് കൂടാതെയും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻ വരും. എന്താണെന്നല്ലേ, നമുക്ക് പൈസ തരാനുള്ള ഒരാൾ, ഒരു കഥയാണ് കേട്ടോ, നമുക്ക് പൈസ തരാനുള്ള ഒരാൾക്ക് വേണമെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ നേരിട്ട് പൈസ ഇടാൻ പറ്റും. എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇടാൻ ആരുടെ അനുവാദമൊന്നും വേണ്ട, അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ മാത്രം എൻ്റെ സമ്മതം മതി. ആർക്ക് വേണമെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇടാൻ പറ്റും. അത് ബുദ്ധിമുട്ടത്തില്ല, അതങ്ങനെ ബാങ്കിൻ്റെ നിയമം അതാ. നമുക്ക് വേണമെങ്കിൽ വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കാൻ പറ്റും, പക്ഷേ വേറൊരാളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ അയാൾക്ക് മാത്രമേ പറ്റൂ. അതാണല്ലോ എൻ്റെ ശരി. അപ്പോൾ എനിക്ക് പൈസ തരാനുള്ള ഒരാൾ എൻ്റെ അക്കൗണ്ടിൽ നേരിട്ടങ്ങ് പൈസ ഇടുന്നു, അപ്പോഴും ബാങ്കുമായിട്ടല്ലേ ബന്ധം. ഇനി വേറൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പൈസ കൊടുക്കാനുള്ള ഒരാൾക്ക് ബാങ്കിൽ നിന്ന് ചെക്ക് എഴുതി കൊടുക്കുവാണ്, ഒരു ചെക്ക് എഴുതി അയാളെ കൊടുക്കുവാണ്. അപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും. ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ വരാം, പക്ഷേ അതൊന്നും കോൺട്രാ എൻട്രിയുടെ വിഭാഗത്തിൽ പെടത്തില്ല. കോൺട്രാ എൻട്രി എന്ന് പറയുന്നത് ഇത് രണ്ടും മാത്രമാണ്. ബാങ്കിലോട്ട് പൈസ ഇടുന്നു, ബാങ്കിൽ നിന്ന് പൈസ എടുക്കുന്നു, ഇത് രണ്ടും മാത്രമാണ് കോൺട്രാ എൻട്രി. പ്രധാനപ്പെട്ട എൻട്രികൾ ഇത് രണ്ടുമാണ്. പക്ഷേ ഇത് കൂടാതെ വരാവുന്ന രണ്ട് എൻട്രിയാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ എനിക്ക് പൈസ തരാനുള്ളയാൾ ഡയറക്റ്റായിട്ട് അങ്ങ് ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട് തരുവാണ്, അങ്ങനെ ആയാലും എൻ്റെ ബാങ്കിൽ പൈസ വരും. ഇനി അതല്ല, ഞാൻ പൈസ കൊടുക്കാനുള്ളയാൾക്ക് ഞാനൊരു ചെക്ക് എഴുതി കൊടുത്താലും മതി, അപ്പോഴും എൻ്റെ ബാങ്കിൽ നിന്ന് തന്നെയാണ് പൈസ പോകുന്നത്. അതൊക്കെ സംഭവിക്കാം, പക്ഷെ അതൊന്നും കോൺട്രാ എൻട്രി എന്ന് പറയരുത്. ഇത് രണ്ടും മാത്രമാണ് കോൺട്രാ എൻട്രികൾ. ഇതാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻ, ബിസിനസ് സാധാരണഗതിയിൽ നടത്താറുള്ള ബാങ്കിങ് ട്രാൻസാക്ഷനുകൾ. ഓക്കെ, സോ അപ്പോൾ ഈ ബാങ്കിങ് ട്രാൻസാക്ഷനും കൂടെയൊക്കെ ചേർത്ത് വേറെ ചില കാര്യങ്ങളും കൂടെയൊക്കെ ചേർത്ത് കുറേ ട്രാൻസാക്ഷൻ ഉണ്ട്. നമുക്ക് വർക്ക് ചെയ്യാം, ഒരുമിച്ച് വർക്ക് ചെയ്യാം. കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. കുറേ ട്രാൻസാക്ഷൻ ഉണ്ട്. ഏകദേശം ഏപ്രിൽ മാസം 1-ാം തീയതി തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ 24-ാം തീയതി വരെ എങ്ങനെ പോലും 10-20ഓളം ട്രാൻസാക്ഷൻ ഉണ്ട്. നമുക്കിത് ഒരുമിച്ചിരുന്ന് പതുക്കെ വർക്ക് ചെയ്ത് ജേണൽ എൻട്രികൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, കുറേ ഉണ്ടേ, നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ഇവിടെ ഉണ്ട്, 30-ാം തീയതി വരെ ഉണ്ട്. കുറേ ഉണ്ട് കേട്ടോ, കുറേ ട്രാൻസാക്ഷൻ ഉണ്ട്. ഇതിൽ പലതും നമ്മൾ നേരത്തെ കേട്ടത് തന്നെയാണ്. അതിപ്പോൾ നേരത്തെ കേൾക്കാത്ത ട്രാൻസാക്ഷൻ മാത്രമായിട്ടൊന്നും വരത്തില്ല, റിപ്പീറ്റഡ് ആണ്. മിക്കവാറും എല്ലാം റിപ്പീറ്റഡ് ആണ്. അതായത് വരാൻ സാധ്യതയുള്ള, നമുക്ക് പഠിക്കാൻ സാധ്യതയുള്ള മിക്കവാറും ട്രാൻസാക്ഷൻ എല്ലാം ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിലെന്തെങ്കിലുമൊക്കെ പുതിയത് വരുമെന്ന് നോക്കാം. ഈ പുതിയത് വരുമ്പോഴാണല്ലോ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഓരോ ട്രാൻസാക്ഷൻ ഇങ്ങനെ വായിച്ചിട്ടെ, ഞാനൊരു ട്രാൻസാക്ഷൻ വായിക്കാം, എന്നിട്ട് അതിൻ്റെ എൻട്രി അങ്ങനെ കാണിച്ച് പോവാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു ട്രാൻസാക്ഷൻ ഒരു എൻട്രി അങ്ങനെ കാണിച്ച് പോവാം. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ ആ റൂള് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കത്തില്ല. കാര്യം നിങ്ങൾ കുറേ കേട്ടതാ, ഇനിയും ഞാനത് പറയേണ്ട കാര്യമില്ല. ജേണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഡേറ്റ് നോക്കി, 2004 ഏപ്രിൽ 1 സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് 30,000. അപ്പോൾ 2004 ഏപ്രിൽ മാസം 1-ാം തീയതി 30,000 രൂപ കൊണ്ടുവന്ന് ബിസിനസ് തുടങ്ങി. ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, ക്യാഷിന് ഡെബിറ്റ്, ക്യാപിറ്റലും വന്നു, ക്യാപിറ്റലിന് ക്രെഡിറ്റ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, അതൊക്കെ ഓക്കെ.
ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 12,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തെന്നാണ്. നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി എന്ന് പറഞ്ഞാൽ 12,000 രൂപ, കണ്ടോ 12,000 രൂപ എമൗണ്ട് കണ്ടല്ലോ, 12,000 രൂപ ബാങ്കിലിട്ടു, 12,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നാണ്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് കൂടണം, ഡെബിറ്റ്, ക്യാഷ് കുറയണം, ക്രെഡിറ്റ്. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്, ബാങ്കിൽ പൈസ ഇട്ടു, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. പർച്ചേസ്ഡ് ഫർണിച്ചർ, പർച്ചേസ്ഡ് ഫർണിച്ചറൊക്കെ കുറേ കണ്ടതാണ്. ഫർണിച്ചർ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്, ഫർണിച്ചർ വന്നു ക്യാഷ് പോയി, ഫർണിച്ചർ വന്നു ക്യാഷ് പോയി. പർച്ചേസ്ഡ് ഗുഡ്സ്, 4-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ്, സാധനം പൈസ കൊടുത്ത് വാങ്ങി, പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്, കുറേ കണ്ടതാണ്. പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്, ചിലവാണ്, പർച്ചേസ് ഒരു ചിലവാണ്, അപ്പോൾ ഡെബിറ്റ് വരും. 5-ാം തീയതി വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ്, ബാങ്കിൽ നിന്നും പൈസ പിൻവലിച്ചു, ബാങ്കിൽ നിന്നും പൈസ പിൻവലിച്ചു. ബാങ്കിൽ നിന്നും പൈസ പിൻവലിക്കുമ്പോൾ കയ്യിലേക്ക് ക്യാഷ് വരും, ബാങ്ക് കുറയും. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്, കയ്യിലേക്ക് ക്യാഷ് വരും, ബാങ്ക് കുറയും. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്. ഓക്കെ. നെക്സ്റ്റ് ഗുഡ് സോൾഡ് ഫോർ ക്യാഷ്, 6-ാം തീയതി പൈസയ്ക്ക് സാധനങ്ങൾ വിറ്റു, സാധനങ്ങൾ വിറ്റു. ഇതാ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽ, ഇതൊക്കെ കുറേ കേട്ടതാണ്. ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽ, പൈസ വന്നു സെയിൽ നടന്നു, പൈസ വന്നു സെയിൽ നടന്നു, അതാണ് 6-ാം തീയതി. 9-ാം തീയതി ക്യാഷ് പർച്ചേസ് ഫ്രം ചിന്നയ്യ. ഇതൊന്ന് ശ്രദ്ധിച്ചോണേ, ചിന്നയ്യ എന്നൊരു പേര് തന്നിട്ടുണ്ടെങ്കിലും ക്യാഷ് പർച്ചേസ് ആണെന്ന് എടുത്ത് തന്നിട്ടുണ്ട്. അതായത് സാധാരണഗതിയിൽ നമ്മൾ ഈ ആളുടെ പേര് തന്നാൽ കടത്തിനാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എടുത്തു പറയുന്നുണ്ട് ക്യാഷ് പർച്ചേസ് ആണ്. ഇങ്ങനെ തന്നാൽ നിങ്ങൾ പറ്റിക്കപ്പെടരുത്. ക്യാഷ് പർച്ചേസ് ആണെന്ന് എടുത്തു തന്നാൽ പിന്നെ ചിന്നയ്യ എന്ന പേരിന് യാതൊരു പ്രാധാന്യവും വേണ്ട. നമ്മൾ പൈസ കൊടുത്തു സാധനം വാങ്ങി, അതിനിപ്പോൾ ചിന്നയ്യ എന്ന പേരെവിടെ വരാൻ, എങ്ങും വരത്തില്ല. ഇത് നമ്മൾ പൈസ കൊടുത്തല്ലേ സാധനം വാങ്ങിയത്, അപ്പോൾ ക്യാഷ് പർച്ചേസ് എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഫ്രം ചിന്നയ്യയ്ക്ക് ഇവിടെ യാതൊരു പ്രാധാന്യവും ഇല്ല. എന്നാൽ പർച്ചേസ് ഫ്രം ചിന്നയ്യ എന്ന് മാത്രമായിരുന്നെങ്കിൽ നമ്മൾ ചിന്നയ്യയുടെ നിന്ന് കടത്തിന് വാങ്ങിയെന്നായിരുന്നു. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇതാ ഇവിടെ നോക്ക്, പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് മാത്രമേ ഉള്ളൂ, ആളുടെ പേരൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ക്യാഷ് പർച്ചേസ് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ആളുടെ പേരുണ്ട് എന്ന് നിങ്ങളിപ്പോൾ പറയും, പക്ഷേ അത് ക്യാഷ് പർച്ചേസ് ആണെന്നും എടുത്തു പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആളുടെ പേര് തന്നിട്ട് ക്യാഷ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ അത് ക്യാഷ് പർച്ചേസ് ആയിട്ട് തന്നെ എടുക്കാവൂ. ഇനി അങ്ങനെ ഒന്നും പറയാതെ ജസ്റ്റ് പർച്ചേസ്ഡ് ഫ്രം ചിന്നയ്യ എന്ന് മാത്രമാണെങ്കിൽ അത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ഇങ്ങനെയാണ് അസ്യൂം ചെയ്യേണ്ടത്. എടോ, ക്യാഷിനാണെന്നും പറയുന്നില്ല, ആളുടെ പേരും പറയുന്നില്ലെങ്കിൽ അത് ക്യാഷ് പർച്ചേസ് ആണ്. വേണമെങ്കിൽ ബുക്കിലോട്ട് എഴുതി വേ. ക്യാഷ് പർച്ചേസ് ആണെന്നും പറയുന്നില്ല, ആളുടെ പേരും പറയുന്നില്ലെങ്കിൽ അത് ക്യാഷ് പർച്ചേസ് ആണ്. അപ്പോൾ ഈ 4-ാം തീയതി നടന്നത് ക്യാഷ് പർച്ചേസ് ആണ്. ഓക്കെ ഓക്കെ. 9-ാം തീയതി നടക്കുന്നതിനകത്ത് ആളുടെ പേരുണ്ട്, ചിന്നയ്യ എന്നുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അത് ക്യാഷ് പർച്ചേസ് ആണെന്ന് എടുത്ത് പറയുന്നുണ്ടല്ലോ, എങ്കിൽ അത് ക്യാഷ് പർച്ചേസ് ആയിട്ട് തന്നെ എടുക്കുക. ചിന്നയ്യ എന്ന പേരിനൊന്നും വലിയ കാര്യമില്ല. അതല്ല, ആളുടെ പേര് പറയുന്നുണ്ട്, പർച്ചേസ് ഫ്രം ചിന്നയ്യ എന്ന് മാത്രമേ ഉള്ളൂ, ക്യാഷ് പർച്ചേസ് ആണെന്ന് പറയുന്നില്ലെങ്കിൽ അത് കടത്തിനാണ്. ഇങ്ങനെയാണ് 3 കണ്ടീഷൻ. അതായത് ഒന്നും പറയുന്നില്ല, ക്യാഷിനാണെന്നും പറയുന്നില്ല, ആളുടെ പേരും പറയുന്നില്ലെങ്കിൽ അത് ക്യാഷിനാണ്. അടുത്ത കേസ്, ആളുടെ പേര് പറയുന്നുണ്ട് പക്ഷേ ക്യാഷ് പർച്ചേസ് ആണെന്നും പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ക്യാഷ് പർച്ചേസ് തന്നെയാണ്. ക്യാഷ് പർച്ചേസ് ആണെന്നൊന്നും പറയുന്നില്ല, ആളുടെ പേര് പറയുന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ്, കടത്തിനാണ്. ഇങ്ങനെയാണ് 3 കണ്ടീഷൻ. ഇതൊക്കെ കേട്ട് വാവളിച്ചിരിക്കുകയല്ല വേണ്ടത്, ഇതൊക്കെ അപ്പോഴപ്പോഴും ബുക്കിൽ എഴുതിച്ചോണം, ബുക്കിൽ എഴുതി വെച്ചോണം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ, ക്യാഷ് പർച്ചേസ് ഫ്രം ചിന്നയ്യല്ലേ, അപ്പോൾ അത് ക്യാഷ് പർച്ചേസ് ആയിട്ട് മാത്രം എടുക്കുക. പൈസ കൊടുത്തു സാധനം വാങ്ങി, 9-ാം തീയതി പൈസ കൊടുത്ത് സാധനം വാങ്ങുന്നത് പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്നേ വരൂ. ചിന്നയ്യ എന്ന പേരിന് ഇവിടെ യാതൊരു പ്രാധാന്യമില്ല. കാര്യം നമ്മൾ പൈസ കൊടുത്തല്ലേ സാധനം വാങ്ങിയത്. പൈസ കൊടുത്ത് സാധനം വാങ്ങുമ്പോൾ പർച്ചേസ് എന്ന ചിലവുണ്ടായി, കയ്യിൽ നിന്ന് പൈസ പോയി, പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്നേ വരൂ. സാധനം പൈസ കൊടുത്ത് മേടിച്ചാൽ പിന്നെ ആളുടെ പേരിന് യാതൊരു പ്രാധാന്യവും ഇല്ല. 10-ാം തീയതി ക്യാഷ് സെയിൽസ് ടു രംഗനാഥ്. എടോ, ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ രംഗനാഥ് എന്ന പേരിന് യാതൊരു പ്രാധാന്യവുമില്ല. ക്യാഷ് സെയിൽ എന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുടെ പേരൊരു വിഷയമല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് ക്യാഷ് സെയിൽ.
ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽ എന്ന് മാത്രമേ ഉള്ളൂ. ക്യാഷ് സെയിലിൻ്റെ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽ. ക്യാഷ് വന്നു, സെയിൽ നടന്നു. അപ്പോൾ ആളുടെ പേരൊന്നും അവിടെ വലിയ വിഷയമല്ല. 11 തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് പെയ്ഡ് ബൈ ചെക്ക്. വെയിറ്റ്. സാധനം വാങ്ങി, കടത്തിനൊന്നും അല്ല വാങ്ങിയത്, പക്ഷേ ചെക്കാണ് കൊടുത്തത്. ചെക്ക് കൊടുക്കുമ്പോൾ ക്യാഷ് അല്ല കുറയുന്നത്, ബാങ്കാണ് കുറയേണ്ടത്. നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ കയ്യിലിരിക്കുന്ന പൈസയല്ല ബാങ്ക് ഡെപ്പോസിറ്റ് ആണ് കുറയേണ്ടത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ കയ്യിലിരിക്കുന്ന പൈസയല്ല, ബാങ്കാണ് കുറയേണ്ടത്. അപ്പോൾ പർച്ചേസ് നടന്നു, ബാങ്കാണ് കുറയേണ്ടത്. ഇതാണ് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. പർച്ചേസ് നടന്നു, ചെലവുണ്ടായി, ഡെബിറ്റ്. പർച്ചേസിന് ഡെബിറ്റ് ഒരു മാറ്റവും, പക്ഷേ ക്യാഷ് അല്ല, ബാങ്കാണ് കുറയേണ്ടത്. കാര്യം ചെക്കാണ് കൊടുത്തത്, അപ്പോൾ ബാങ്കാണ് കുറയേണ്ടത്. സോ എൻട്രി എന്താ ഒന്നുകൂടെ കാണിച്ചു തരാം. പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ ക്യാഷ് പെയ്ഡ് ടു ബാങ്ക്. ബാങ്കിൽ പൈസ കൊണ്ടിട്ടു. 12 തീയതി ബാങ്കിൽ പൈസ കൊണ്ടിട്ടു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, ബാങ്ക് കൂടി ക്യാഷ് കുറഞ്ഞു, അപ്പോൾ 12 തീയതി ബാങ്ക് കൂടി ക്യാഷ് കുറഞ്ഞു. ഡ്രൂ ഫോർ ഓഫീസ്. ഈ ഡ്രൂ ഫോർ ഓഫീസ് എന്ന് കേട്ടാൽ പൈസ ബാങ്കിൽ നിന്നും തിരിച്ചെടുത്തു. ഡ്രൂ എന്ന് പറയുന്നത് വിഡ്രോ ചെയ്തു എന്നാണ്. നമ്മൾ പൈസ പിൻവലിച്ചു എന്നാണ്. ഡ്രൂ ഫോർ ഓഫീസ്. ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടി ഓഫീസ് കാര്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് പൈസ പിൻവലിച്ചു. ബാങ്കിൽ നിന്നും പൈസ പിൻവലിക്കുമ്പോൾ എൻട്രി തിരിഞ്ഞു വരും. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. പൈസ കിട്ടി, ബാങ്ക് കുറഞ്ഞു. പൈസ വന്നു, ബാങ്ക് കുറഞ്ഞു. അതാണ് ഡ്രൂ ഫോർ ഓഫീസ്. എന്നെങ്കിൽ പൈസ വിഡ്രോ ചെയ്യുമ്പോൾ എൻട്രിയാണ്. ക്യാഷ് കയ്യിലോട്ട് വരും, അതോടെ ബാങ്ക് കുറയും. അതാണ് ഈ ഡ്രൂ ഫോർ ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഉണ്ട് കേട്ടോ. 14 തീയതി ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ പർപ്പസ്. ഇത് നമ്മൾ കണ്ടതാണ്. ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ പർപ്പസിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. ഡ്രോയിങ്സ് നടന്നു, അതുവഴി ക്യാഷും കുറഞ്ഞു. ബിസിനസ്സിലെ പൈസ മുതലാളി സ്വന്തം ആവശ്യത്തിനും എടുത്തുകൊണ്ട് പോയി. അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് കുറഞ്ഞില്ലേ, അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. ഓക്കെ, അടുത്തത് വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ പർപ്പസ്. വെയിറ്റ്, എന്താ പറയുന്നത്? ഒന്ന് ആലോചിച്ചേ. വിഡ്രോ ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്തു. ഫോർ പേഴ്സണൽ പർപ്പസ്. വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്നും പൈസ എടുത്തു. എന്ന് പറഞ്ഞാൽ ആ എൻട്രി എന്ന് പറയുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് ആണ്. വീട്ടാവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് പൈസ എടുത്താലും ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്താലും എവിടുന്ന് പൈസ എടുത്താലും ഡെബിറ്റിൽ ഡ്രോയിങ്സ് തന്നെയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. നമ്മുടെ സ്വന്തം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി പൈസ എടുത്തു എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. ബിസിനസ്സിൽ നിന്ന് നോക്ക്. ബിസിനസ്സിലിരിക്കുന്ന പൈസയാണ്, ബിസിനസ്സിൻ്റെ മേശയ്ക്കകത്തിരിക്കുന്ന പൈസയാണ് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. ബിസിനസ്സിലെ പൈസ കുറഞ്ഞു. എന്നാൽ ബാങ്കിൽ കിടക്കുന്ന പൈസയാണ് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന് മാറും. വേറെ മാറ്റമൊന്നുമില്ല. ഇവിടെ ക്യാഷ് അല്ല, ബാങ്ക് അക്കൗണ്ടാണ് കുറഞ്ഞത്. അപ്പോൾ ബാങ്കിൽ നിന്നും വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി പൈസ എടുത്താൽ ഡെബിറ്റിന് മാറ്റമില്ല, അത് ഡ്രോയിങ്സ് തന്നെയാണ്. ഡെബിറ്റിന് യാതൊരു മാറ്റവുമില്ല. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് എന്ന് എഴുതണം. കാര്യം ബാങ്കിൽ നിന്നാണ് പൈസ പോയിരിക്കുന്നത്. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക്. ഓക്കെ, അടുത്തത് യെസ് ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രി. ഡിഗ്രി പിള്ളേർ പോലും ഇത് ശരിയാക്കുന്നത് കണ്ടിട്ടില്ല. ഡിഗ്രി ലെവലിൽ പോലും ഇതങ്ങ് തെറ്റിച്ച് കളയും. ഗുഡ്സ് വിഡ്രോ ഫോർ പേഴ്സണൽ പർപ്പസ്. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് മാത്രമല്ല, ബിസിനസ്സിലിരിക്കുന്ന ഗുഡ്സും സാധനങ്ങളും
സ്വന്തം ആവശ്യത്തിന് വിഡ്രോ ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ. ഞാനൊരു ബിസ്ക്കറ്റ് കച്ചവടക്കാരനാണ്. എന്ത് കച്ചവടക്കാരൻ? ഞാനൊരു ബിസ്ക്കറ്റ് കച്ചവടക്കാരനാണ്. എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി എനിക്ക് വേണമെങ്കിൽ ബിസിനസ്സിൽ നിന്ന് 2 പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് പോയി കൂടെ? എടോ, ഞാൻ ഒരു ബിസ്ക്കറ്റ് കച്ചവടക്കാരൻ. എൻ്റെ വീട്ടിലെ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എനിക്ക് വേണമെങ്കിൽ ബിസിനസ് ഇരിക്കുന്ന ബിസ്ക്കറ്റ് എടുത്തൂടെ? തീർച്ചയായിട്ടും എടുക്കാം. അപ്പോൾ ഗുഡ്സും നമുക്ക് വേണമെങ്കിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്യാം. ഗുഡ്സും നമുക്ക് വേണമെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വിഡ്രോ ചെയ്യാം. 16ാമത്തെ ട്രാൻസാക്ഷൻ ആണ്. 16 ഗുഡ്സ് സ്വന്തം ആവശ്യത്തിന് വിഡ്രോ ചെയ്യുമ്പോൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഡെബിറ്റിൽ ഡ്രോയിങ്സ് തന്നെ, ഒരു മാറ്റവും വരത്തില്ല. ക്യാഷ് വിഡ്രോ ചെയ്താലും ഗുഡ്സ് വിഡ്രോ ചെയ്താലും അതിനെ ഡ്രോയിങ്സ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി പറയുന്ന കേട്ടോണേ, സ്വന്തം ആവശ്യത്തിന് വേണ്ടി ക്യാഷ് വിഡ്രോ ചെയ്താലും ഗുഡ്സ് വിഡ്രോ ചെയ്താലും നമ്മളതിനെ ഡ്രോയിങ്സ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഡെബിറ്റിൽ ഡ്രോയിങ്സ് തന്നെ. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ഒന്ന് നോക്ക്, ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ക്യാഷാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്കിൽ നിന്നുമാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾ മനസ്സിൽ പറഞ്ഞത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് എന്നായിരിക്കും അല്ലേ? ഈ താളത്തിൽ അങ്ങനെ അങ്ങ് പോകും. ക്യാഷ് ഒന്നും കൂടാ. ക്യാഷാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ബാങ്കിൽ നിന്നുമാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു, പെട്ടെന്ന് മനസ്സിൽ ഗുഡ്സ് എന്നല്ലേ വന്നത്? ആ വന്ന ചിന്ത തെറ്റൊന്നുമല്ല. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് എന്ന് മനസ്സിൽ വന്നെങ്കിൽ അത് തെറ്റൊന്നുമല്ല. പക്ഷെ നമ്മൾ ഗുഡ്സ് എന്ന വാക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മൾ സാധനം വാങ്ങുമ്പോൾ എൻട്രി എന്താ പിള്ളേരെ? ഒന്ന് തിരിച്ചു പോയതാ. ഇതിൻ്റെ എൻട്രി പറഞ്ഞേ. പർച്ചേസ്ഡ് ഗുഡ്സ്, സാധനം ബിസിനസ്സിലേക്ക് വാങ്ങുമ്പോഴുള്ള എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നായിരുന്നു. അപ്പോൾ നമ്മൾ സാധനം വാങ്ങി എന്ന് കാണിക്കാൻ പർച്ചേസ് എന്ന വാക്കല്ലേ ഉപയോഗിച്ചത്? അല്ലാതെ ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണോ? പാടി എൻ്റെ നിങ്ങൾ നോക്കിക്കോ, ഇതല്ലേടോ ഇട്ടത്. സാധനം വാങ്ങി എന്ന് കാണിക്കാൻ, വാങ്ങൽ എന്ന് കാണിക്കാൻ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നല്ലേ? അപ്പോൾ സാധനം വാങ്ങി എന്നതിന് പർച്ചേസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതേ സാധനം വിഡ്രോ ചെയ്തുകൊണ്ട് പോയി എന്ന് കാണിക്കാനും പർച്ചേസ് എന്ന ഇംഗ്ലീഷ് വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നൊക്കെ പറയുന്ന പോലെ സാധനം വിഡ്രോ ചെയ്തു എന്ന് കാണിക്കാൻ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് ആണ്. ഏതാ ഞാൻ പറഞ്ഞ രസകരമായൊരു എൻട്രിയാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്നാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്നാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. മറന്നുപോവല്ലേ? സാധനങ്ങൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്താൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്നാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്നാണ്. അപ്പോൾ 16ാമത്തെ ട്രാൻസാക്ഷൻ്റെ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്നാണ്. ഓക്കെ. 17-ാം തീയതി ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം ജഗൻ. അവിടെ പറയുന്നുണ്ട് സാധനം കടത്തിനാണ് വാങ്ങിയത്. ജഗൻ്റെ കയ്യിൽ നിന്നും സാധനങ്ങൾ കടത്തിന് വാങ്ങി. കടത്തിനായാലും സാധനം വാങ്ങുമ്പോൾ പർച്ചേസിന് ഡെബിറ്റ്. ജഗൻ ഇപ്പോൾ നമുക്കൊരു ബാധ്യതയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ എൻട്രിയാണ് കേട്ടോ. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ജഗൻ. ഇത് ഞാൻ പഠിപ്പിച്ച എൻട്രിയാണ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ജഗൻ. അടുത്തത് 18-ാം തീയതി ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ടു ദിനേശ്. ദിനേശിന് സാധനങ്ങൾ കടത്തിന് വിറ്റു. ദിനേശ് എന്ന് പറയുന്ന ആൾക്ക് സാധനങ്ങൾ കടത്തിന് വിറ്റു. അപ്പോഴായാലും അവിടെ സെയിൽ നടന്നിട്ടുണ്ട്. സോ എൻട്രി ദിനേശ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ. ഇതും ഞാൻ പഠിപ്പിച്ച എൻട്രിയാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല. 18 കഴിഞ്ഞു. 19 ചെക്ക് ഇഷ്യൂഡ് ടു ജഗൻ. ജഗന് നമ്മൾ പൈസ കൊടുക്കാണ്ട് കേട്ടോ. അതെന്താ? വെറുതെ ഒന്നുമല്ല. സാധനം കടത്തിന് വാങ്ങി വെച്ചേക്കുക, മര്യാദയ്ക്ക് പൈസ കൊടുത്തോണം. പൈസയൊന്നും കൊടുക്കാനില്ല, വേണമെങ്കിൽ ഒരു ചെക്ക് കൊടുക്കാം. ചെക്ക് കൊടുക്കുമ്പോൾ ബാങ്കിൽ നിന്നാണ് പൈസ പോണത്.
ചെക്ക് കൊടുക്കുമ്പോൾ ബാങ്കിൽ നിന്നാണ് പൈസ കുറയുന്നത്. അപ്പം ജഗൻ എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. അയാൾ നമുക്കൊരു ബാധ്യതയാണ്. ജഗൻ എന്ന് പറയുന്നയാൾ ഇപ്പം നമുക്കൊരു ബാധ്യതയാണ്. കാര്യം എന്താ? സാധനം കടത്തിന് മേടിച്ച് വെച്ചിരിക്കുമല്ലേ. സാധനം കടത്തിന് വാങ്ങി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ 17-ാം തീയതി ജഗൻ നമുക്കൊരു ബാധ്യതയാണ്. ആ ബാധ്യത നമ്മൾ 19-ാം തീയതി തീർക്കാൻ പോവുക. ഒരു ചെക്ക് എഴുതിയാൻ കൊടുത്തു. ചെക്ക് എഴുതി കൊടുക്കുമ്പോൾ ബിസിനസ്സിൽ ഇരിക്കുന്ന ക്യാഷ് അല്ല കുറയുന്നത്, ബാങ്കാണ് കുറയേണ്ടത്. അപ്പം ജഗൻ എന്നൊരു ലൈബിലിറ്റി കുറയണം അല്ലേ. ജഗൻ എന്നൊരു ബാധ്യത കുറയുവാണ്, ലൈബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ്. അപ്പം ജഗൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് കുറയണം. ജഗൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ജഗൻ എന്ന ബാധ്യതയും കുറഞ്ഞു, ബാങ്കിൽ കിടന്ന പൈസയും കുറഞ്ഞു. ജഗൻ എന്നൊരു ബാധ്യതയും കുറഞ്ഞു, ബാങ്കിൽ കിടന്ന പൈസയും കുറഞ്ഞു. അതാണ് ജഗൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ജഗൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഓക്കെ, അടുത്തത് ഗുഡ്സ് റിട്ടേൺഡ് ടു ജഗൻ. ഒന്ന് ശ്രദ്ധിച്ചോണേ. ജഗൻ്റെ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങി 17-ാം തീയതി. 17-ാം തീയതി നമ്മൾ ജഗൻ്റെ നിന്ന് സാധനങ്ങൾ വാങ്ങി. 19-ാം തീയതി അയാൾക്ക് ചെക്ക് കൊടുത്തു. 19-ാം തീയതി അയാൾക്ക് ചെക്ക് കൊടുത്തു. 20-ാം തീയതി ആ വാങ്ങിയ സാധനങ്ങളിൽ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് സാധനം തിരിച്ചു കൊടുക്കാം. പർച്ചേസ് ചെയ്ത സാധനം നമുക്കിഷ്ടപ്പെടാതെ വന്നാൽ എഗ്രിമെൻറ്റിൽ അനുസരിച്ച് തിരിച്ചു കൊടുക്കാൻ അവസരമുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം. നിങ്ങൾ ഈ തുണിക്കടയിൽ നിന്നൊക്കെ ഷർട്ടൊക്കെ മേടിക്കുമ്പോഴേ അവർ പറയത്തില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 7 ദിവസത്തിനകം അല്ലെങ്കിൽ ഒരാഴ്ചക്കകം അല്ലെങ്കിൽ 10 ദിവസത്തിനകം എന്നൊക്കെ പറഞ്ഞിട്ട് പറയും തിരിച്ചു കൊണ്ടുവരാം എന്ന് പറയുന്ന പോലെ നമ്മൾ ബിസിനസ് ജഗൻ്റെ നിന്ന് സാധനങ്ങൾ വാങ്ങി. നമ്മൾ ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ചിന്തിച്ചാൽ മതി. ബിസിനസ് ജഗൻ്റെ നിന്ന് സാധനങ്ങൾ വാങ്ങി. പക്ഷേ നമുക്ക് കുറച്ച് സാധനം ഇഷ്ടപ്പെട്ടില്ല, 200 രൂപയുടെ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ജഗന് കൊടുത്തു വിടണം. ആ സാധനങ്ങൾ തിരിച്ച് ജഗൻ അങ്ങ് കൊടുക്കണം. നമ്മൾ സാധനങ്ങൾ വാങ്ങിയത് തിരിച്ചു കൊടുക്കുവാണ്. പർച്ചേസ് റിട്ടേൺ എന്ന് പറയും. ഒന്നും കൂടെ, നമ്മൾ സാധനങ്ങൾ വാങ്ങിയത് ഇഷ്ടപ്പെടാതെ തിരിച്ചു കൊടുക്കുവാണ്. പർച്ചേസ് ആണ് റിട്ടേൺ പോകുന്നത്. അതിനുകൊണ്ടാണ് അതിനെ പർച്ചേസ് റിട്ടേൺസ് എന്ന് വിളിക്കുന്നത് അല്ലേ. വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. പർച്ചേസ് ചെയ്ത സാധനങ്ങൾ തിരിച്ചു കൊടുക്കുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മൾ 200 രൂപയുടെ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ ജഗൻ എന്ന് പറയുന്നയാൾക്ക് ഇനി 200 രൂപ കൊടുക്കണ്ട. കാര്യം നമ്മൾ സാധനം അങ്ങ് തിരിച്ചു കൊടുത്തല്ലോ. അയാളുടെ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങി, അതിൽ നിന്നൊരു 200 രൂപയുടെ സാധനങ്ങൾ അങ്ങ് തിരിച്ചു കൊടുത്താൽ ഇനി നമ്മൾ 200 രൂപ പേയ്മെൻറ്റ് ചെയ്യണോ? വേണ്ട. അപ്പം സാധനം തിരിച്ചു കൊടുത്താലും ജഗൻ എന്ന ബാധ്യത നമുക്ക് കുറയും. നമ്മൾ ഒരാളിൽ നിന്ന് സാധനം വാങ്ങി, അപ്പോൾ അയാൾ പറയും ഒരാഴ്ചക്കകം പൈസ തരണം. നമ്മളതിൽ കുറച്ച് സാധനം തന്നെ അങ്ങ് തിരിച്ചുകൊണ്ട് കൊടുത്താൽ നമുക്ക് അത്രയും ബാധ്യത കുറഞ്ഞില്ലേ? അപ്പോൾ സാധനങ്ങൾ, അതായത് ഗുഡ്സ് റിട്ടേൺ ചെയ്താലും ജഗൻ എന്ന പേരിലെ ബാധ്യത കുറയും. നമ്മളിനി അത്രയും പൈസ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ജഗൻ എന്ന ബാധ്യത കുറഞ്ഞു. കൂടാതെ പർച്ചേസും ഇവിടെ കുറഞ്ഞില്ലേ? നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചതിനകത്തല്ലേ കുറവ് വന്നത്? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്തതിൽ നിന്നാണല്ലോ തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പർച്ചേസ് ആണ് കുറഞ്ഞത്. അപ്പോൾ അത്രയും പർച്ചേസ് നടന്നിട്ടില്ല, ചിലവ് കുറയുന്ന പോലെയാണ്. അത്രയും പർച്ചേസ് നമുക്കിവിടെ നടന്നിട്ടില്ല എന്ന് തന്നെ എഴുതാം. സോ ജഗൻ എന്ന ഒരു ബാധ്യതയും കുറയും, നമുക്ക് പർച്ചേസ് എന്നൊരു ചിലവും കുറയും. ജഗൻ എന്നൊരു ബാധ്യതയും കുറയും, പർച്ചേസ് എന്നൊരു ചിലവും കുറയും. ബാധ്യത കുറയുമ്പോൾ ഡെബിറ്റാണ്. ലൈബിലിറ്റി കുറഞ്ഞാൽ ജഗന് ഡെബിറ്റ്. ചിലവ് കുറയുമ്പോൾ ക്രെഡിറ്റാണ്. എക്സ്പെൻസ് കുറയുമ്പോൾ ക്രെഡിറ്റാണ്. അപ്പോൾ ജഗന് ഡെബിറ്റ് ചെയ്യുക, പർച്ചേസിനെ അല്ല പർച്ചേസ് റിട്ടേണിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ആ എൻട്രി അങ്ങനെ തന്നെ പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട എൻട്രിയാണ്. നമ്മൾ ഒരാളുടെ നിന്ന് സാധനം വാങ്ങിയിട്ട് അയാൾക്ക് തിരിച്ചു കൊടുത്താൽ ഇതാണ് എൻട്രി. ജഗനാണല്ലോ തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ജഗൻ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺസ്. നമ്മൾ ആർക്കാണോ സാധനം തിരിച്ചു കൊടുക്കുന്നത് അയാളുടെ പേര് ഡെബിറ്റ് ചെയ്യണം. കാര്യം ആ ബാധ്യത കുറയുവാണ്. നമ്മൾ ഇനി ജഗൻ 200 രൂപ കൊടുക്കണ്ട, പകരം സാധനവും കൊടുത്തല്ലോ. അപ്പോൾ ജഗൻ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺസ്. പർച്ചേസിൻ്റെ ഓപ്പോസിറ്റാണ്. പർച്ചേസ് കുറഞ്ഞു, ചിലവ് കുറഞ്ഞു, അപ്പോൾ ക്രെഡിറ്റ്. ജഗൻ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺസ്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണേ. പർച്ചേസ് റിട്ടേണിൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ
നമ്മൾ ആർക്കാണോ സാധനം തിരിച്ചു കൊടുക്കുന്നത് അയാളുടെ പേര് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺസ്. അടുത്തത് ചെക്ക് റിസീവ്ഡ് ഫ്രം ദിനേശ്. 22-ാം തീയതി ദിനേശ് നമുക്ക് ഒരു ചെക്ക് കൊണ്ട് തന്നു. ഈ ദിനേശ് എന്തിനാണ് എനിക്ക് ചെക്ക് തരുന്നത്? 18-ാം തീയതി ഞാൻ അയാൾക്ക് കടത്തിന് സാധനം വിറ്റു. അതിൻ്റെ പൈസയാണ് അയാൾ ചെക്കായിട്ട് കൊണ്ടുതരുന്നത്. നല്ലതുപോലെ കേൾക്കണേ. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞേ ഉള്ളെങ്കിലും ഒന്ന് കേട്ട് വെച്ചോണേ. നമ്മൾ ഒരാളുടെ നിന്ന് ചെക്ക് വാങ്ങിക്കഴിഞ്ഞാൽ, ചെക്ക് എന്ന് പറയുന്നത് ഒരു പേപ്പറാണ്, ഒരു പീസ് പേപ്പറാണ്. ഓക്കെ, ആ ചെക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ ചെക്ക് ബിസിനസ്സിനകത്ത് വെച്ചെന്ന് കരുതി ആ ചെക്ക് ഓട്ടോമാറ്റിക്കലി ക്യാഷായിട്ട് മാറത്തൊന്നുമില്ല. ദിനേശ് നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവന്ന് ചെക്ക് തന്നു. ചെക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുവാണ്. ഈ ചെക്ക് എൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഞാൻ ആ ചെക്ക് ബാങ്കിൽ കൊണ്ട് കൊടുക്കണം. അതെൻ്റെ ജോലിയാണ്. ദിനേശ് ചെക്കാണ് എൻ്റെ കൊണ്ട് തന്നത്. നിങ്ങൾ മനസ്സിലായി, നിങ്ങൾക്കൊരാൾ ചെക്ക് കൊണ്ട് തന്നാൽ ആ ചെക്ക് ബുക്കിനകത്ത് വെച്ചെന്ന് കരുതി ആ ചെക്കിരുന്ന് പ്രസവിക്കത്തൊന്നുമില്ല. ആ ചെക്ക് പൈസയാക്കി മാറണമെങ്കിൽ നിങ്ങൾ ആ ചെക്ക് എവിടെ കൊണ്ട് കൊടുക്കണം? ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ മാത്രമേ ആ പറയുന്ന പൈസ ബാങ്ക് അക്കൗണ്ടിൽ വരത്തുള്ളൂ. അല്ലാതെ ബിസിനസ്സിൽ വെച്ചുകൊണ്ടിരുന്നെന്ന് കരുതി ആ പൈസ നമുക്ക് കിട്ടത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ ഈ ദിനേശ് എന്ന് പറയുന്നയാൾ ചെക്ക് എൻ്റെ കൈ കൊണ്ട് തന്നു. അതിനർത്ഥം ആ സമയത്തപ്പോൾ ബാങ്കിൽ പൈസ വന്നെന്നാണോ? ബാങ്കിൽ പൈസ ഇപ്പോൾ വന്നിട്ടില്ല. പറയുന്നത് മനസ്സിലാക്കി. ചെക്ക് എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് കരുതി എൻ്റെ ബാങ്കിൽ പൈസ വരത്തില്ല. ബാങ്കിൽ പൈസ വരണമെങ്കിൽ ഞാൻ ഈ ചെക്കിന് ബാങ്കിൽ കൊണ്ട് കൊടുക്കണം. അങ്ങനെ 2 പ്രോസസ്സുണ്ട്. എനിക്ക് പൈസ തരാനുള്ള ദിനേശ് എൻ്റെ കയ്യിൽ ചെക്ക് കൊണ്ട് തന്നു എന്നല്ലേ ഇപ്പം പറയുന്നുള്ളൂ. അപ്പോൾ അതിനർത്ഥം ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഹായ് ബാങ്കിൽ പൈസ വന്നു. ബാങ്കിൽ പൈസ വരണമെങ്കിൽ ഞാൻ ഇനി ഇത് ബാങ്കിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ അതിനെപ്പറ്റി പറയുന്നില്ലല്ലോ. ചെക്ക് കിട്ടി എന്നല്ലേ പറയുന്നുള്ളൂ. അപ്പം ചെക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ ബാങ്കിൽ പൈസ കിട്ടി എന്ന് എഴുതി വെക്കരുത്. ചെക്ക് കിട്ടുമ്പോൾ ബാങ്കിൽ പൈസ കിട്ടി എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ആ ചെക്ക് എൻ്റെ പോക്കറ്റിൽ കിടക്കുവാണ്. ഞാൻ ഇനി അത് ബാങ്കിൽ കൊണ്ട് കൊടുക്കണം. അത് വേറൊരു ട്രാൻസാക്ഷനാണ്. അത് ഞാൻ പിന്നെ ചെയ്തോളും. അതിപ്പോൾ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഒരാൾ നമുക്ക് ചെക്ക് കൊണ്ട് തരുമ്പോൾ ദിനേശ് നമുക്ക് ചെക്ക് കൊണ്ട് തന്നു. അത്രയല്ലേ നടന്നിട്ടുള്ളൂ. ചെക്ക് എന്ന് പറയുന്നത് ഒരു കഷ്ണം പേപ്പർ മാത്രമാണ്. അതിപ്പോൾ എൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. ചെക്ക് കിട്ടി എന്നത് നമ്മൾ ക്യാഷ് കിട്ടി എന്ന സെൻസിലാണ് എടുക്കുന്നത്. ചെക്ക് റിസീവ്ഡ് ഫ്രം ദിനേശ്. തൽക്കാലം ക്യാഷ് കിട്ടിയെന്നെടുക്കും. കാരണം ഈ ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ട് ചെല്ലുമ്പോൾ ഈ കിട്ടി എന്ന് വിശ്വസിക്കുന്ന ക്യാഷ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടതായിട്ടാണ് ഇനി അങ്ങോട്ട് അസ്യൂം ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേ പറ്റൂ. നമുക്ക് ഒരാൾ ചെക്ക് കൊണ്ട് തന്നു. ഓക്കെ ആണേ. ആ ചെക്ക് കയ്യിൽ കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വരത്തില്ല. തൽക്കാലം നമ്മൾ ക്യാഷ് കിട്ടി എന്നങ്ങ് അസ്യൂം ചെയ്യും. ദിനേശ് നമുക്ക് പൈസ കൊണ്ട് തന്നതുപോലെയാണ്. ചെക്ക് ഈസ് ഈക്വലൻ ടു ക്യാഷ് ആടോ. ചെക്ക് എന്ന് പറയുന്നത് പൈസയ്ക്ക് തുല്യം തന്നെയാണ്. അപ്പോൾ തൽക്കാലം ദിനേശിൻ്റെ ചെക്ക് കിട്ടുന്നത്, അപ്പോൾ ഒരാളുടെ ചെക്ക് കിട്ടുന്നത് ക്യാഷ് കിട്ടി എന്നേ എഴുതാൻ പറ്റൂ. തൽക്കാലം ചെക്ക് കൈ പിടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ തൽക്കാലം ക്യാഷ് കിട്ടിയതിന് തുല്യമാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ദിനേശ്. ക്യാഷ് കിട്ടി, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ദിനേശ്. ഇനി ഞാൻ ഈ പറയുന്ന ചെക്ക് ബാങ്കിൽ കൊണ്ട് കൊടുക്കും. അതിനെ ഇവിടെ പറയുന്നില്ല, പക്ഷെ ബാങ്ക് കൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ ചെക്കിലെ എമൗണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വരും. ആ സമയത്ത് ഞാനിത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതും. അങ്ങനൊരു ട്രാൻസാക്ഷൻ നടന്നാൽ മനസ്സിലായോ? ദിനേശ് എനിക്ക് ചെക്ക് കൊണ്ട് തരുമ്പോൾ എനിക്ക് ക്യാഷ് കിട്ടി എന്നാണ് എഴുതുന്നത്. ഞാൻ ഈ ചെക്ക് ബാങ്കിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ആ കിട്ടി എന്ന് പറയുന്ന ക്യാഷ് ബാങ്കിൽ കൊണ്ടിടുന്നത് പോലെയാണ്. അങ്ങനെയാണ് ആ ട്രാൻസാക്ഷൻ വരുന്നത്. സോ ചെക്ക് കിട്ടുമ്പോൾ ക്യാഷ് കിട്ടി എന്ന സെൻസിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ദിനേശ്, അത് മനസ്സിലായല്ലോ. ചെക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഒരു കേസ് കൂടെ പറഞ്ഞുതരാം. പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരാൾക്ക് ചെക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാങ്കിൽ നിന്ന് പൈസ പോകും. കാര്യം എന്താ? അയാളത് ബാങ്കിൽ കൊണ്ട് ചെന്ന് എൻ്റെ പൈസ മാറ്റിക്കോളും. ചെക്ക് കൊടുക്കുമ്പോൾ ബാങ്കിൽ നിന്ന് പൈസ പോയി എന്നത് കറക്റ്റാണ്. ഞാനൊരാൾക്ക് ചെക്ക് കൊടുത്താൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും. പക്ഷെ ഒരാൾ എനിക്ക് ചെക്ക് തന്നു എന്ന് കരുതി ഓട്ടോമാറ്റിക്കലി എൻ്റെ ബാങ്കിൽ പൈസ വരണമെന്നില്ല. കാര്യം ഞാൻ ആ ചെക്കിന് ബാങ്കിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ എനിക്കൊരു ജോലി പെൻഡിങ്ങാണ്.
അയ്യോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇതാണ് അതാണ് 10ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളെങ്കിലും ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. ഞാനൊരാൾക്ക് ചെക്ക് കൊടുത്തു. എടോ ഞാനൊരു ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിനകത്ത് ഒരു ജോലിയുമില്ല. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും. അയാളത് കൊണ്ട് കൊടുത്തോളും. ഞാനിനി അയാളുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരാൾക്ക് ചെക്ക് എഴുതി കൊടുത്തു, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിരിക്കും. അത് അയാൾ നോക്കിക്കോളും. അയാൾക്ക് പൈസ വേണ്ടെങ്കിൽ വേണ്ട, അതെനിക്കറിയത്തില്ല. എനിക്കിനി ജോലിയൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ചെക്ക് കൊടുത്താൽ എൻ്റെ ബാങ്കിൽ നിന്ന് പൈസ പോയി എന്ന് തന്നെ പറയാം. എന്നാൽ എനിക്ക് ചെക്ക് കിട്ടി. മനസ്സിലാക്കി, എനിക്ക് ചെക്ക് കിട്ടിയിട്ട് ഇനി എനിക്കൊരു ജോലി പെൻഡിങ് ഉണ്ട് പിള്ളേരെ. എന്താ? ഞാൻ ഈ ചെക്കും കൊണ്ട് ബാങ്കിൽ പോകണം. അത് പോകുന്ന സമയത്താണ് ഈ പറയുന്ന ബാങ്കിൽ പൈസ വരുന്നത്. അപ്പം ചെക്ക് കിട്ടി എന്ന് കരുതി ബാങ്കിൽ പൈസ വന്നു എന്ന് പറയാൻ പറ്റില്ല. തൽക്കാലം ക്യാഷ് കിട്ടിയെന്ന് എഴുതി വെക്കാനേ പറ്റൂ. മനസ്സിലായില്ലേ ഈ പറഞ്ഞത്? ഇത്രയൊക്കെ മനസ്സിലാക്കാനുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞേ ഉള്ളൂ, ഇതിനെപ്പറ്റിയൊന്നും അറിയില്ലെന്ന് പറയാം. ബാങ്കിൻ്റെ കുറച്ച് കാര്യമൊക്കെ അറിയണം. ഓക്കെ, ശരി. അപ്പോൾ അവിടം വരെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുവാണേ 22ാം തീയതി നിൽക്കുവാണേ. ദിനേശിൻ്റെ ഒന്ന് ചെക്ക് കിട്ടി. ഈ പറയുന്ന കാര്യമൊക്കെ ബുക്കിലോട്ട് മലയാളത്തിലായാലും കുഴപ്പമില്ല, ഒന്ന് എഴുതി വെച്ചേക്കണേ, ഒന്ന് കുറിച്ച് ഇട്ടേക്കണം. നല്ല രീതിയിൽ വർക്ക് ചെയ്യണം നിങ്ങൾ. ഇത് ഓരോ കാര്യം എഴുതി മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകണം. ഒരു പുകമറ പോലെ പഠിച്ച് വെക്കല്ലേ. 23ാം തീയതി ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദിനേശ്. അതൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ വാങ്ങിയ സാധനം ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നത് പോലെ അതേ പണി എനിക്കും കിട്ടും. ഞാൻ വിറ്റ സാധനം, ഞാൻ ദിനേശിന് സാധനങ്ങൾ വിറ്റു. ദിനേശിനത് ഇഷ്ടപ്പെട്ടില്ല, പുള്ളിക്കാരൻ തിരിച്ചുകൊണ്ട് തന്നു. അപ്പോൾ വിറ്റ സാധനം തിരിച്ചു വന്നു. അതിനെ സെയിൽസ് റിട്ടേൺസ് എന്ന് പറയും. ഞാൻ വിറ്റ സാധനം അത് വാങ്ങിക്കൊണ്ട് പോയ ആൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തിരിച്ചു കൊണ്ട് തന്നു. അപ്പോൾ എനിക്കത് സെയിൽസ് റിട്ടേൺസ് ആണ് അല്ലേ? വിറ്റ സാധനങ്ങൾ തിരിച്ചു വന്നു, സെയിൽസ് റിട്ടേൺ ആണ്. ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദിനേശ് എന്നാണ്, സെയിൽസ് റിട്ടേൺസ് ആണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ വിറ്റ സാധനത്തിൽ ഒരു 300 രൂപയുടെ സാധനം ദിനേശ് തിരിച്ചുകൊണ്ട് തരുമ്പോൾ എനിക്ക് സെയിൽ കുറയും. അപ്പോൾ 300 രൂപയുടെ കച്ചവടം നടന്നിട്ടില്ല എന്ന് ഞാൻ പറയേണ്ടി വരും. ഞാൻ വിറ്റ സാധനം തിരിച്ചു വരുമ്പോൾ എന്നെ സംബന്ധിച്ച് അത്രയും സെയിൽ കുറഞ്ഞു. കാര്യം ഇനി എനിക്ക് ആ പൈസ കിട്ടത്തില്ല. സാധനം ഇനി തിരിച്ചു വന്നല്ലോ, പിന്നെ എങ്ങനെ ആ പൈസ കിട്ടുന്നത്? അപ്പോൾ അതിനെയാണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. ആരാ തിരിച്ചുകൊണ്ട് തന്നേ? ദിനേശാണ്. ഓക്കെ, അപ്പോൾ സെയിൽ എന്നൊരു ഇൻകം അവിടെ കുറയണം. സെയിൽ കുറയുമ്പോൾ ഡെബിറ്റാണ്. സെയിലെന്ന് പറയുന്ന ഇൻകം കുറഞ്ഞു. 300 രൂപയുടെ സെയിൽ നടന്നിട്ടില്ല. അപ്പോൾ 300 രൂപയുടെ സെയിൽ നടന്നിട്ടില്ല എന്ന് എഴുതേണ്ടി വരും. സാധനം പോയ പോലെ ഇനി തിരിച്ചു വന്നില്ലേ? അതാണ് സെയിൽസ് റിട്ടേൺസ്. ഓക്കെ, അപ്പോൾ സെയിൽ കുറഞ്ഞു എന്നാണെങ്കിൽ, സെയിൽ എന്ന് പറഞ്ഞാൽ ഇൻകം അല്ലേ, ഇൻകം കുറഞ്ഞു എന്നാണെങ്കിൽ നമ്മൾ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. ഇൻകം കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ സെയിൽസ് റിട്ടേൺസിനെ ഡെബിറ്റ് ചെയ്യണം. സെയിലിനെ അല്ല ഡെബിറ്റ് ചെയ്യേണ്ടത്, അതൊന്ന് ഓർത്താൽ മതി. സെയിൽസ് റിട്ടേൺസ് എന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം. നേരത്തെ പർച്ചേസ് റിട്ടേൺസ് എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇവിടെ സെയിൽസ് റിട്ടേൺസിനെ ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെറ്റർ ടു ദിനേശ്. സെയിൽ കുറഞ്ഞു, അതോടെ ദിനേശ് എന്ന ഡെറ്ററും കുറയും. കാര്യം ദിനേശ് ഇനി 300 രൂപ നമുക്ക് തരത്തില്ല. ദിനേശ് തരാനുള്ളതിൽ 300 രൂപ ഇനി തരില്ല. അപ്പോൾ സെയിലും കുറഞ്ഞു, ദിനേശ് എന്ന ഡെറ്ററും കുറഞ്ഞു. സോ എൻട്രി സി സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെറ്റർ ടു ദിനേശ്. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് ആണെങ്കിൽ സെയിൽസ് റിട്ടേൺസിനെ ഡെബിറ്റ് ചെയ്യുക. ആരാണോ സാധനം തിരിച്ചു കൊണ്ട് തന്നത് അയാളെ ക്രെഡിറ്റ് ചെയ്യുക. സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെറ്റർ ടു ദിനേശ്. നെക്സ്റ്റ് പെയ്ഡ് സാലറി. കുറേ കണ്ടയാണേ, അതൊക്കെ പറഞ്ഞു പോകാനേ ഉള്ളേ. പെയ്ഡ് സാലറി, ഒരു മിനിറ്റ്. പെയ്ഡ് സാലറിക്ക് മുമ്പ് ഐ എം സോറി. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 24ാം തീയതി. ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദിനേശ് വരായിട്ടുണ്ട്. ഇവിടം വരെ ഓക്കെയാണേ. ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദിനേശ്. സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് ഡെറ്റർ ടു ദിനേശ്. ഇവിടെ ഒരു ചെക്ക് പെയ്ഡിൻ്റെ ട്രാൻസാക്ഷൻ എൻട്രി കിടക്കുന്നു. പക്ഷേ ആ ട്രാൻസാക്ഷൻ ഇവിടെ കാണുന്നില്ല. 23ാം തീയതിയിലുള്ള ട്രാൻസാക്ഷൻ അതെങ്ങനെയോ മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. ടെക്സ്റ്റിലെ മിസ്റ്റേക്കാണ്. 23ാം തീയതി ഈ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദിനേശ് മാത്രമേ ഉള്ളൂ, വേറെ ട്രാൻസാക്ഷൻ ഒന്നുമില്ല. ഈ ഒരു ട്രാൻസാക്ഷൻ ടെക്സ്റ്റിൽ എങ്ങനെയോ അധികമായിട്ട് മിസ്സായി കയറിയതാണ്. 23ാം തീയതി വേറെ ട്രാൻസാക്ഷൻ ഒന്നുമില്ല. ശരി, 24ാം തീയതി
ഇരുപത്തിനാലാം തീയതി പെയ്ഡ് സാലറി കൊടുത്തു. സാലറി കൊടുക്കുമ്പോൾ അതൊക്കെ കുറേ അറിയാവുന്നതാണ്. സാലറി അക്കൗണ്ട് അറ്റ് ക്യാഷ്, ഇതൊക്കെ പഠിച്ചതാണേ. സാലറി അക്കൗണ്ട് അറ്റ് ക്യാഷ്. അപ്പോൾ പെയ്ഡ് സാലറി കഴിഞ്ഞാൽ അടുത്തത് 25-ാം തീയതി പെയ്ഡ് റെന്റ് ബൈ ചെക്ക്. വെയിറ്റ് പെയ്ഡ് റെന്റ് ബൈ ചെക്ക് വഴിയാണ് വാടക കൊടുത്തത്. അപ്പോൾ ക്യാഷ് അല്ല ബാങ്ക് കുറയണം. റെന്റ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക്. ഇത് മാത്രം ഓർത്താൽ മതി. ചെക്ക് വഴിയുള്ള പേയ്മെൻറ്റുകളെല്ലാം ബാങ്കാണ് കുറയുന്നത്, ക്യാഷ് അല്ല. ചെക്ക് വഴി പേയ്മെൻറ്റ് പോയാൽ ബിസിനസ്സിൻ്റെ മേശയ്ക്കകത്തിരിക്കുന്ന ക്യാഷ് അല്ല, ബാങ്കിൽ കിടക്കുന്ന പൈസയാണ് കുറയേണ്ടത്. റെന്റ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക്. അടുത്തത് റിസീവ്ഡ് കമ്മീഷൻ കിട്ടി. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു കമ്മീഷൻ കിട്ടി എന്നാണ്, ക്യാഷ് കിട്ടി. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു കമ്മീഷൻ. ലാസ്റ്റ് ട്രാൻസാക്ഷൻ പെയ്ഡ് ഇൻ ടു ബാങ്കിൽ പൈസ ഇട്ടു. ബാങ്ക് കൂടി, ക്യാഷ് കുറഞ്ഞു. ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്ന കുറേ ട്രാൻസാക്ഷനുകൾ. ഓക്കെ, അപ്പോൾ മക്കളൊരു കാര്യം ഇതൊക്കെ സ്വന്തമായിട്ട് എഴുതി തുടങ്ങുക. സ്ക്രീൻഷോട്ട് എടുക്കുക, ബുക്കിൽ ജേർണൽ വരയ്ക്കുക, സ്വന്തമായിട്ട് ചെയ്യുക. എന്നിട്ട് ആൻസർ വന്ന് ചെക്ക് ചെയ്താൽ മതി. ആൻസർ ഓരോന്നായിട്ട് വന്നിട്ട് ചെക്ക് ചെയ്താൽ മതി. ആൻസറെ കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ചെക്ക് ചെയ്താൽ മതി. ആൻസറൊക്കെ ഓരോന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ബുക്കിൽ എഴുതിയിട്ട് മൊബൈലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ചെയ്തേക്കണേ, സ്വന്തമായിട്ട് എഴുതണേ. തെറ്റ് വരും. ഇപ്പം തെറ്റിച്ചോണം. +1 പകുതി കഴിഞ്ഞാൽ പിന്നെ തെറ്റ് വരരുത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ വീണ്ടും ഒരു ജേർണലും കൂടെ പഠിച്ചു. ഈ ജേർണലിനകത്ത് തന്നെയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. കാര്യം അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ട്, അല്ലാതെ എനിക്ക് വട്ടായതുകൊണ്ടൊന്നും അല്ല, മുന്നോട്ടങ്ങ് അടിച്ചു വിട്ട് പോകാൻ അറിയാത്തതുകൊണ്ടൊന്നും അല്ല. ജേർണൽ തറവാവാതെ മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാം കൂടെ തകിടം മറിഞ്ഞ് വീഴുന്നത്. ജേർണൽ നന്നായിട്ടൊന്ന് തറവാവട്ടെ.